പ്രപഞ്ചത്തിൽ ജനിച്ചതായുള്ള ഏതൊരു ജീവനും മരണമുണ്ടാകുന്നു. അത് പ്രകൃതി തത്വമാകുന്നു. ജീവജാലങ്ങൾ പിറവി കൊള്ളുന്ന നിമിഷം തന്നെ അവ മരിക്കുന്ന ദിനവും നാഴികയും വിനാഴികയും നിശ്ചയിച്ചിരിക്കുന്നു. മരണവേളയിൽ ഏതൊരാത്മാവിനെയും ശരീരത്തിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോകാൻ നിയമിതനായ മൂർത്തിയാകുന്നു യമൻ. പ്രപഞ്ചത്തിൻ്റെ വിളക്കായ സൂര്യദേവൻ്റെയും ശില്പിയായ വിശ്വകർമാവിൻ്റെ പുത്രിയാകുന്ന സംജ്ഞയ്ക്കും പിറവികൊണ്ട 3 സന്തതികളിൽ ഒരുവനാകുന്നു പ്രാണനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് നന്മയുള്ള ആത്മാക്കൾക്ക് സ്വർഗവും തിന്മയുടെ ആത്മാക്കൾക്ക് നരകവും വിധിക്കുന്ന യമൻ അഥവാ യമധർമ്മൻ. യമൻ്റെ സഹോദരങ്ങളാകുന്നു മനുവും യമിയും. യമൻ കുടികൊള്ളുന്ന ഇടമാകുന്നു കാലപുരി. ഈ പട്ടണത്തിൽ 4 പ്രവേശന കവാടങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ഭാഗത്തായി ജീവജാലങ്ങളുടെ നന്മ തിന്മകളെ കണക്കുകൂട്ടി ചിട്ടപ്പെടുത്തുന്ന മൂർത്തിയാകുന്ന ചിത്രഗുപ്തൻ വാഴുന്ന കൊട്ടാരം. ഇരുമ്പുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ആലയത്തിന് സമീപമാകുന്നു ജ്വരമന്ദിരം. അതിൽ സകല രോഗങ്ങളും അടങ്ങുന്നു. അവിടെ നിന്നും 20 യോജന അകലെയാകുന്നു കാലൻ എന്ന യമന്റെ ഭവനം. യമകൊട്ടാരത്തിന് 20 യോജന വലിപ്പവും 50 യോജന ഉയരവും ഉണ്ടാകുന്നു. അതിന് സമീപമാകുന്നു പുണ്യം ചെയ്ത ആത്മാക്കൾക്ക് വസിക്കാനുള്ള സ്വർഗം. കൽപ്പവൃക്ഷങ്ങളാൽ അലങ്കരിച്ച വിശ്വകർമാവിനാൽ നിർമ്മിതമായ സഭയാകുന്നു യമസഭ. യമനെന്നും ധർമ്മദേവനെന്നും ഇദ്ദേഹത്തിന് നാമമുണ്ടാകുന്നു. ദക്ഷകന്യകകളാകുന്ന 13 സ്ത്രീജനങ്ങളെയും കൂടാതെ വേറെയും 11 കന്യകകളെയും യമധർമ്മൻ വിവാഹം ചെയ്തിരിക്കുന്നു. ധാരാളം സന്തതികളും ഉണ്ടായിരിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ പ്രിയ തോഴനായ യമധർമ്മൻ ഓരോ അവതാരത്തിലും വിവിധ അവതാരങ്ങൾ സ്വീകരിക്കുന്നു. മഹാവിഷ്ണു ഭഗവാൻ ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ എന്നിങ്ങനെയുള്ള അവതാരങ്ങൾ എടുത്തപ്പോൾ യമധർമ്മദേവൻ അദ്ദേഹത്തിൻ്റെ പിതാവായി അവതരിച്ചു. ധർമ്മദേവന്റെ സമ്പൂർണ്ണ അവതാരമാകുന്നു പാണ്ഡുപുത്രൻ യുധിഷ്ഠിരൻ. യമധർമ്മദേവൻ എന്നാൽ നന്മയുടെയും ധർമ്മത്തിൻ്റെയും പ്രതിരൂപമാകുന്നു.